എന്തായാലും ഇന്നലെ ഒരു സംഭവം നടന്നു എന്ന് വെച്ചാൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നേക്കുന്നത്. ആ വ്യക്തി, ദീപക് എന്ന് പറയുന്ന ആ വ്യക്തി മരണപ്പെടേണ്ട ഒരു സാഹചര്യവും ഇവിടെ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ആ സ്ത്രീ അവിടെ ഇട്ടപ്പോഴും എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്തപ്പോൾ പോലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി അവിടെ വന്നിട്ടുള്ളായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് സപ്പോർട്ടും ഒരു സ്ഥലത്ത് നെഗറ്റീവും ഉണ്ട്. എന്തായാലും സപ്പോർട്ട് ഉണ്ടായാലും നെഗറ്റീവും ഉണ്ട് അതിനകത്ത്. അദ്ദേഹം മനസ്സ് നൊന്ത് അദ്ദേഹം ചെയ്തത് ഇത്തിരി കടുത്തുപോയി. ഒരത്താണി മാത്രമേ ഉള്ളൂ, അദ്ദേഹമാണ് ആ കുടുംബത്തിൻ്റെ അത്താണി. അദ്ദേഹമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇതിന് പകരം ആ സ്ത്രീയാണെന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് എന്തെല്ലാം പുകിലിവിടെ ഉണ്ടായാലേ, എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നാലേ, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നാലേ, എത്ര പേര് സംസാരിക്കണമെന്നാലേ. ഒരാണായതുകൊണ്ടാണ് ഇങ്ങനെ. ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഞങ്ങളും ഇവിടെ ജീവിക്കേണ്ട ഒരു വ്യക്തികൾ തന്നെയാണ്. അല്ല നമ്മൾ വേറെ രാജ്യത്ത് വേറെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് എനിക്ക് വായിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പറയാൻ ഒക്കുന്നില്ല സത്യം പറഞ്ഞാൽ. എന്നിട്ടും ഒരു കൂസലോ ഒരു ദയോ ദാക്ഷിണ്യമോ ഒന്നുമില്ലാതെ, ഒരു മനുഷ്യത്വമോ ഇല്ലാതെ ഒരു പൊതുപ്രവർത്തകയാണ് ഈ സ്ത്രീ. അത് നമ്മൾ ആലോചിക്കണം. 5 കൊല്ലം ഒരു പഞ്ചായത്ത് മെമ്പറായി സ്ഥാനമേറ്റ ഒരു വ്യക്തിയാണ്. മനുഷ്യത്വത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമില്ലാതെ ഓടിയിട്ടുണ്ട്. എന്തായാലും അതിനിപ്പോൾ ആ വീഡിയോ മുക്കിയിട്ട് വേറൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കേട്ടാലേ മനുഷ്യന് പെരുപ്പാണ് സത്യം പറഞ്ഞാൽ. ഇദ്ദേഹം ഒരു ന്യൂസ് ചാനലിൽ, ഒരു ഏഷ്യാനെറ്റിലോ ഏതോ ഒരു ന്യൂസ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെ വോയിസ് ഉണ്ടായിരുന്നു. ഈ വ്യക്തി, നിങ്ങൾ പറഞ്ഞ വ്യക്തി മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പോലും അവർക്കൊരു കുലുക്കവുമില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഇതേ കണക്കുള്ള പുഴുക്കുത്ത് പിടിച്ച സാധനങ്ങൾ ഈ സമൂഹത്തിൽ ഇനിയുമുണ്ട്. അതിൽ ബലികാടാവാൻ ഞങ്ങളെ കണക്കുള്ള കുറച്ച് പുരുഷന്മാരുമുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ ഈ വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ സമൂഹത്തിൽ ഒരുപാട് തരത്തിൽ ഈ വിഷയം ബാധിക്കുന്ന ഒരു വിഷയം കൂടെയാണ്. ഒരുപാട് നിരപരാധികളായ പുരുഷന്മാരും ഈ വിഷയത്തിൽ ഇടപെട്ട് മരണപ്പെടുന്നുണ്ട്, നാണം കെടുന്നുണ്ട്, സത്യാവസ്ഥ പുറത്തു വരാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു വുമൻ കമ്മീഷൻ കണക്ക് ഒരു മെൻ കമ്മീഷനും കൂടെ വേണമെന്നാണ് എൻ്റെ ആവശ്യം. ഞങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇതേ കണക്കുള്ള പ്രശ്നങ്ങളും ഏറ്റെടുക്കാനും കൂടെ ഒരു കമ്മീഷൻ വേണം. അത് ഈ പ്രതിവാദം മാത്രം കേട്ടാൽ പോരാ, വാദിഭാഗവും കേൾക്കണം, 2 ഭാഗവും കേൾക്കണം. അത് 2 ഭാഗവും കേട്ടിട്ട് വേണം നമ്മൾ ഒരു നിശ്ചിതമായ ഒരു നിഗമനത്തിലെത്താൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ സ്ത്രീയെ, ഇത് സ്ത്രീയെ അല്ല, ഇതിന് ഞാൻ അങ്ങാട്ട് കയറി ചെന്ന് തട്ടിയിട്ട് അത് വീഡിയോ ആയിട്ടെടുത്ത് സമൂഹം ഏറ്റെടുത്ത് പറയട്ടെ ഇതിനെപ്പറ്റി എന്ന് പറയുന്നതാണ് അവരുടെ വീഡിയോ. ഇതെനിക്ക് ഒട്ടും റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുകയായിരുന്നു. എന്തിനാണ് ഈ വീഡിയോ പിന്നെയും റീച്ചാക്കുന്നു, പിന്നെയും ഇത് ആൾക്കാരിലോട്ട് എത്തിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം മരിച്ചു എന്നും കൂടെ അറിഞ്ഞപ്പോൾ അതൊരു വിഷമമായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. എന്തൊക്കെ ആയാലും ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപോലും അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു റീൽസ് കാരണം ഒരു വ്യക്തി മരണപ്പെടുമോ എന്ന് വരെ നമ്മൾ ഒന്ന് വെച്ചാൽ, ഒരു വീഡിയോ കാരണം ഒരു വ്യക്തി മരണപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇനി പറയാം, നമുക്ക് മരണപ്പെടും. അദ്ദേഹത്തിനെ മരണപ്പെടാൻ വരെ കാരണമാക്കുന്നുണ്ട് ഒരു വീഡിയോ. അതും ഈ അപരാധി മോൾ കാണിച്ചിരിക്കുന്നത് മഹാ തെമ്മാടിത്തരമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞാൻ കൂടുതൽ ഇതായി പോകുന്നില്ല. എന്തായാലും ഇതിനെപ്പറ്റി എനിക്ക് ഒരുപാട് നാക്കിൽ വന്നിരിപ്പുണ്ട്, പക്ഷെ പറയുന്നില്ല. ഇതൊക്കെ ആയാലും ഇതേ കണക്കുള്ള അപരാധി മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന അപരാധികളെയും ഈ സമൂഹത്തിൽ തല്ലിക്കൊല്ലേണ്ടതാണ്, അല്ലെങ്കിൽ അടിച്ചമർത്തേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.